ഞാനൊരു മീൻപിടുത്തക്കാരൻ്റെ ഒരു കഥ ഷെയർ ചെയ്യാൻ പോവാം. ഇത് ഞാൻ ഒത്തിരി വർഷം മുന്നേ കേട്ടതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മമ്മി പറയുന്ന രീതി, ആ രീതി ഞാൻ പറഞ്ഞു നോക്കാം. അപ്പം ഒരിടത്തൊരിടത്ത് ഒരു മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു. അവനൊരു കുളത്തിൻ്റെ അടുത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് ഒരു പാലം പോലും പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോകുമ്പം ഈ പാലത്തിൻ്റെ മണ്ടേ ഒരു പിച്ചക്കാരനും അവൻ്റെ ഭാര്യയും അവൻ്റെ 2 മക്കളും എല്ലാ ദിവസവും പിച്ചെടുക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പം ഈ പിച്ചക്കാരന് ഇഷ്ടപ്പെടത്തില്ല, ഈ മീൻപിടുത്തക്കാരന് ഇത് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അപ്പം അവൻ വിചാരിക്കുമായിരുന്നു, ഈ പിച്ചക്കാരൻ ഒറ്റയ്ക്ക് പിച്ചെടുത്താൽ നമുക്ക് ഇത്ര സങ്കടം വരത്തില്ല. പക്ഷേ അവൻ്റെ വൈഫിനെയും വിളിച്ചു, അവൻ്റെ മക്കളെയും വരെ വിളിച്ചു പിച്ചക്കൊക്കെ വന്നു. അപ്പോൾ ഇച്ചിരി ദിവസം അവൻ സഹിച്ചു. പക്ഷേ പിന്നെ അവനൊരു ദിവസം ദേഷ്യം വന്നപ്പോൾ അവൻ ആ പിച്ചക്കാരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നീ ഇത്രയും മീനെ വെച്ചോ, നീ വീട്ടിൽ ചെന്ന് കഴിച്ചോ, നീ നിൻ്റെ ഫാമിലിയെ ഫീഡ് ചെയ്യും, പക്ഷേ ഇവിടെ നീ പിച്ചെടുക്കാൻ വരരുത്, എനിക്ക് ഇഷ്ടപ്പെടില്ല, നീ മൊത്തം ഫാമിലിയെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഹാപ്പിയായി, അവന് കൊട്ട നിറച്ച് മീൻ കിട്ടി. അപ്പോൾ പിച്ചക്കാരൻ വീട്ടിൽ പോയി. അപ്പം അതിൽ നിന്ന് ഇച്ചിരി മീൻ അവൻ വിറ്റു, ബാക്കി മീൻ അവർ വീട്ടിൽ കഴിച്ചു. അപ്പോൾ ഒരാഴ്ച വരെ ആ മീൻ ഓടുന്ന രീതിയിൽ അവർ കഴിച്ചു തീർത്ത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പം ആ പിച്ചക്കാരനും അവൻ്റെ മൊത്തം ഫാമിലി വീണ്ടും ആ പാലത്തെ തന്നെ വന്ന് വീണ്ടും പിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രാവശ്യം ഈ മീൻപിടുത്തക്കാരൻ ദേഷ്യം വന്നു, ഒത്തിരി ദേഷ്യം വന്നു. അപ്പോൾ അവൻ അവിടെ ചെന്നേച്ച് അവനോട് പറഞ്ഞു, ചേച്ചി മക്കളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ഞാനും ഈ ചേട്ടനും ഇനിയും ഇച്ചിരി ദിവസം ഞങ്ങൾ കൂടെ നിൽക്കാൻ പോവാം, നിങ്ങളുടെ വീട്ടിലെ ചിലവ് ഞാൻ തന്നോളാം, പക്ഷേ ഇച്ചിരി ദിവസം കണ്ട് വേണ്ടി നിങ്ങൾ പിച്ചെടുക്കാൻ വന്നേക്കത്. അപ്പോൾ ഈ പിച്ചക്കാരനെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഈ മീൻപിടുത്തക്കാരന് പറഞ്ഞു, ഓക്കെ, ഞാൻ നിന്നെ മീനെ പിടിക്കാൻ പഠിപ്പിക്കാം, എല്ലാ ദിവസവും ഞാൻ മീനേം തരാം, നിനക്ക് വേണേൽ ആ മീൻ തിന്നോ അതോ വിറ്റോ, നിൻ്റെ ഇഷ്ടം. പക്ഷേ ആ ദിവസം തൊട്ട് അവൻ പിച്ചക്കാരനും കുഴപ്പമില്ലായിരുന്നു, അവൻ പഠിക്കാൻ വേണ്ടി അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിച്ചക്കാരൻ പറഞ്ഞു ശരി പഠിക്കാമെന്ന്. അപ്പോൾ ഈ മീൻപിടുത്തക്കാരൻ ഇവനെ എല്ലാ ദിവസം എന്തൊക്കെയാണ് മീനെ പിടിപ്പിക്കുന്ന ടെക്നിക്സ്, ഏത് റോഡാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനത്തെ സ്ട്രിങ്ങാണ് യൂസ് ചെയ്യുന്നത്, ബെയ്റ്റിന് വേണ്ടി ഏത് വോംസ് യൂസ് ചെയ്യണം, ഏത് സമയത്ത് ഈ മീനെ പിടിച്ചാൽ നല്ലപോലെ മീൻ കിട്ടും, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവൻ ബേസിക്കലി ഒരു മീൻപിടുത്തക്കാരനായി, ഇവന് എല്ലാം പഠിച്ചു. അപ്പം ആ ദിവസം തൊട്ട് ആ പിച്ചക്കാരൻ പിന്നെ പിച്ചെടുത്തില്ല, അവനൊരു പിച്ചക്കാരനല്ല, അവന് പിന്നെ ഒരു മീൻപിടുത്തക്കാരനായി. അപ്പം എല്ലാ ദിവസവും ഇവന് മീനെ പിടിച്ച് ഇവൻ എക്സ്പേർട്ടായി. ഇപ്പം സ്വന്തം വീട്ടിന് വേണ്ടിയും മീൻ പിടിച്ച് തുടങ്ങി. പിന്നെ ഇച്ചിരി നോക്കി കഴിഞ്ഞപ്പം അവന് ഇഷ്ടം പോലെ മീനെ പിടിക്കാൻ പഠിച്ചു. അപ്പം അവനിപ്പം നാട് മൊത്തം കറങ്ങി മീൻ മേടിച്ച് ഒരു മീൻപിടുത്തക്കാരനായി. അപ്പം ഈ സ്റ്റോറിയുടെ ഒരു മോറൽ നമ്മൾ നോക്കിയാൽ, ഈ പിച്ചക്കാരന് ആദ്യമേ ഒരു കൊട്ട നിറച്ച് മീൻ കിട്ടി, പക്ഷെ അതുകൊണ്ട് അവനൊരു പ്രയോജനപ്പെട്ടില്ല. അവൻ ജസ്റ്റ് ഒരാഴ്ച ചിലവ് കഴിഞ്ഞ് നമ്മൾ പറയുമല്ലോ ആ രീതി, അവൻ ജസ്റ്റ് ഒരാഴ്ച തിന്ന് തീർത്തു. പക്ഷേ അടുത്ത ആഴ്ച തൊട്ട് അവൻ സ്വന്തമായിട്ട് മീനെ പിടിച്ച്, സ്വന്തമായിട്ട് വറുത്ത്, സ്വന്തമായിട്ട് വിറ്റ് കാശുണ്ടാക്കിയപ്പം അവനൊരു സെൽഫ് സഫീഷ്യൻറ്റ്, നമ്മൾ നരേന്ദ്രമോദി പറയുന്ന പോലെ ആത്മനിർഭരായി. അവൻ പിന്നെ വേറെ ആരുടെ ആവശ്യമില്ലായിരുന്നു, അവന് പിച്ചെടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആരെങ്കിലും പിച്ചക്കാരെ കണ്ടാൽ നമുക്ക് അവർ പൈസ കൊടുക്കുന്നതിനെക്കാട്ടി നമുക്ക് ഒക്കുവാണെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കണം, അവർക്ക് എന്തെങ്കിലും കഴിവ് ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കാൻ നോക്കണം, അല്ലെ അവരെ കേപ്പബിൾ ആക്കാൻ നോക്കണം എന്തെങ്കിലും കൊടുത്ത്. പക്ഷേ ഈവൻ യുവർ ഫ്രണ്ട്സ്, നമ്മൾ കൂട്ടുകാർ ചിലപ്പോഴൊക്കെ നമ്മളോട് പൈസ ചോദിക്കും, പക്ഷേ അവരെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിക്കുകയോ ഏതെങ്കിലും വാല്യുബിൾ റീസോഴ്സ് കൊടുത്തോ അങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ വി ഷുഡ് നെവർ ബി ഹെൽപ്പിംഗ് പീപ്പിൾ വിത്ത് ജസ്റ്റ് മണി ഓർ സ്റ്റഫ്. അപ്പം പൈസ മാത്രം കൊടുത്തോ അതോ ജസ്റ്റ് പുഷ് ചെയ്ത് മാത്രം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒക്കുവാണെങ്കിൽ ഏതെങ്കിലും സ്കില്ല് പഠിപ്പിക്കുക, വാല്യുബിൾ സ്കിൽ പഠിപ്പിക്കാൻ നോക്കണം. സോ ദാറ്റ്സ് ദ സ്റ്റോറി. ആൻഡ് നിങ്ങളിതുവരെ കേട്ടു, താങ്ക് യു സോ മച്ച്. ഞാൻ ഇനിയും സ്റ്റോറീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഐ വിൽ ബി ഷെയറിങ് ഇറ്റ് വെരി സൂൺ.